ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. തിരുവോസ്തിയായെന്നിലണയും സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ ഇത്ര ചെറുതാകാൻ എത്ര വളരേണം. ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം. ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായൊരു സന്ദേശമാണ് ജാതകം നോക്കരുത് എന്ന സന്ദേശം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പല മക്കളും അറിഞ്ഞോ അറിയാതെയോ ഈ ജാതകം നോക്കുന്ന സ്വഭാവം, വാരഫലം, ജാതകം, മഷിനോട്ടം, കൈനോട്ടം ഇങ്ങനെയുള്ള മേഖലകളിലൂടെ കടന്നു പോകുന്ന മക്കളെ കാണാൻ സാധിക്കും. ചിലർ കുറേ പേർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്യുന്നത്. അറിഞ്ഞ് ചെയ്താലും അറിയാതെ ചെയ്താലും അത് ശക്തമായ ഒരു ഒന്നാം പ്രമാണ ലംഘനമാണ്. വേറെ ചിലരൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന ഈ വാരഫലം പത്രത്തിലൊക്കെ തമാശയ്ക്കാണെങ്കിലും ഭരണിക്കാർക്ക് ഈ ആഴ്ച എന്തുട്ടാ എഴുതി വെച്ചിരിക്കണേ, ഇങ്ങനെയൊക്കെ വെറുതെ ഇങ്ങനെ പത്രം മറച്ച് നോക്കുന്നവരെ കാണാൻ സാധിക്കും. ഞാൻ വിശ്വസിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ തമാശയ്ക്ക് നോക്കിയതാണ്. ചിലർ തമാശയ്ക്ക് കൈ നോക്കി കളിക്കുക, നോക്കട്ടെ നിൻ്റെ കൈ നോക്കട്ടെ, ഇങ്ങനെ തമാശയ്ക്കായാലും ഇതൊരു തമാശ രീതിയിലാണെങ്കിൽ പോലും വലിയൊരു ഒന്നാം പ്രമാണ ലംഘനമാണ്. ഒന്നാം പ്രമാണം ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം. അതുകൊണ്ടാണ് അത് ഒന്നാമതായിട്ട് എഴുതി വച്ചിരിക്കുക. അതിൻ്റെ ഒരു മൈന്യൂട്ട് ലംഘനം പോലും വലിയ തടസ്സങ്ങൾ ഓരോ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലൊക്കെ കൊണ്ടുവരും. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 9 മുതലുള്ള തിരുവചനം നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് ഏറ്റു പറയുന്നു. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. ഇത്തരക്കാർ കർത്താവിന് നിന്ദ്യരാണ്. അവരുടെ ഈ മ്ലേച്ഛ പ്രവൃത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. നീ കീഴടക്കാൻ പോകുന്ന
പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശ്നികരെയും ശ്രവിച്ചിരുന്നു. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. ഇത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോ, പലർക്കും വരുന്ന വലിയൊരു തെറ്റാണിത്. ഒരിക്കലൊരു വീട് വെഞ്ചിരിപ്പ് സമയത്ത് ആ വീട്ടിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തന്ന സന്ദേശം ഞാൻ ചോദിച്ചു, ഇങ്ങനെ ജാതകം നോക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വീട്ടിലേക്ക് ആവുന്നവർ ഗൃഹനാഥൻ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് 2 പിള്ളേരാണ്, ഒരാൾ 22, ഒരാൾ 24 വയസ്സ് ആൺകുട്ടികൾ. ഇവർ ജനിച്ചപ്പോഴാണ് ഞാൻ ജാതകം നോക്കിയത്. ഈ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് ഇവരുടെ ജീവിതത്തിൽ പിന്നീട് ഇത്രയും കാലം സംഭവിച്ചത്. അപ്പോൾ അതിലെന്തൊരു തെറ്റ് അദ്ദേഹം ചോദിക്കുകയാണ്. കണ്ടോ, അപ്പം അങ്ങനെ അതിൽ പറഞ്ഞ പോലെ സംഭവിച്ചാൽ അത് തെറ്റില്ല, ഇങ്ങനെ ചിന്തിക്കുകയാണ്. വേറൊരിക്കൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു വീട് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ ആ വീട്ടിൽ കുടുംബപ്രതിഷ്ഠ, ആ വീടെല്ലാം വെഞ്ചരിച്ച് കുടുംബപ്രതിഷ്ഠയുടെ ആ സമയം ആളുകളെ കൊണ്ട് കുടുംബപ്രതിഷ്ഠ ഈശോയുടെ തിരുവത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ചൊല്ലി തുടങ്ങിയപ്പോൾ ശക്തമായ തോന്നിപ്പ് എനിക്ക് വരികയാണ്. ഈശോയുടെ തിരുവത്തിലേക്ക് നോക്കുമ്പോൾ ഇവർ ജാതകം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിഞ്ഞ് ചോദിച്ചു, നിങ്ങൾ ജാതകം നോക്കിയിട്ടുണ്ടോ? ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് അവിടുത്തെ കുടുംബനാഥൻ. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, എന്ന് ഒരു 3 ആഴ്ച മുമ്പ് ഞങ്ങളുടെ മകൾ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസമായി. ഈ ഭാര്യയും ഭർത്താവും, ഈ വിവാഹിതരായ മകളും ഭർത്താവും തമ്മിൽ എന്നും തല്ലും വഴക്കും ബഹളം. അങ്ങനെ അവൾ തല്ലിപ്പിരിഞ്ഞ് ഈ വീട്ടിൽ വന്ന്, സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളോട് പലരും പറഞ്ഞു, ഇനി ഇവളുടെ ഭാവി അറിയണമെങ്കിൽ ജാതകം നോക്കിയാൽ നന്നായിരിക്കും. അങ്ങനെ ആരോ പറഞ്ഞത് കേട്ടാണ് ഈ കത്തോലിക്കനായ മനുഷ്യൻ ഇവളുടെ ജാതകം നോക്കിപ്പിക്കുകയാണ്. പിന്നീട് ഞാനവിടെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, ഇവർ ജാതകം നോക്കിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അതിന് ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല. അത് ബൈബിൾ വളരെ ശക്തമായിട്ട് രേഖപ്പെടുത്തുന്ന വചനഭാഗങ്ങളുണ്ട്. നമുക്ക് ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം 6-ാം തിരുവചനം ഈ സമയത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു പറയുക. ആരെങ്കിലും മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിൽ നിന്നും വിച്ഛേദിച്ചു കളയുകയും ചെയ്യും. അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മളൊരു ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു വചനഭാഗമാണ് നിയമാവർത്തനം 13-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, വചനം പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ നിന്നൊരു പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ ജാതക നോട്ടക്കാരനോ വന്ന് നിങ്ങൾക്കൊരു അടയാളമോ അത്ഭുതമോ ഒക്കെ വാഗ്ദാനം ചെയ്യുകയും ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നൊക്കെ പറയുകയും അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെയോ ജാതക നോട്ടക്കാരെയോ നമുക്ക് പിഞ്ചെല്ലാം സേവിക്കാമെന്ന് അവൻ പറയുകയാണെങ്കിൽ ആ പ്രവാചകൻ്റെയോ ജാതക നോട്ടക്കാരൻ്റെയോ ജ്യോത്സ്യൻ്റെയോ വാക്ക് നിങ്ങൾ കേൾക്കരുത്. കണ്ടോ, ശക്തമായിട്ട് പറയുകയാണ്. കാരണം നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പരീക്ഷിക്കും. അപരാധൻ്റെ വിശ്വാസ ദൈവം പരീക്ഷിച്ചില്ലേ? ജോബിൻ്റെ വിശ്വാസ ദൈവം പരീക്ഷിച്ചു. കാനാകാരിയുടെ വിശ്വാസം, ബർത്തിമേസ് എന്ന അന്ധയാചകൻ്റെ വിശ്വാസം, എത്ര പേരുടെ വിശ്വാസമാണ് ദൈവം പരീക്ഷിക്കുന്നതായിട്ട് ബൈബിൾ നമ്മൾ കാണുക. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കും. അത് പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ ഈ വചനഭാഗത്തിലൂടെ വ്യക്തമായ സന്ദേശമാണ് കർത്താവ് നമുക്ക് തരിക. ഇനി അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചാലും നിങ്ങൾ ഇത്തരക്കാരുടെ പിന്നാലെ പോകരുത് എന്ന ശക്തമായ മുന്നറിയിപ്പ് കർത്താവ് ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക തരികയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റുപറയുന്ന വചനഭാഗം നിയമാവർത്തനം 13:1 മുതൽ 4 വരെയുള്ള തിരുവചനം എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാവരും ഏറ്റുപറയുന്നു, നിങ്ങളുടെ ഇടയിൽ നിന്ന്
ഒരു പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ വന്ന് ഒരു അടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പിഞ്ചെല്ലാം അവരെ സേവിക്കാം എന്നവൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകന്റെയോ വിശകലനക്കാരന്റെയോ വാക്കുകൾ കേൾക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുവിൻ. നിങ്ങൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും വാക്ക് കേൾക്കുകയും അവിടുത്തെ സേവിക്കുകയും അവിടത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം. ഇരു കരം ഉയർത്തി പിടിച്ചൊന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവോട് ചേർന്ന് നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ശിരിരി അറിഞ്ഞോ അറിയാതെയോ ഈ ജാതകം വാരഫലം മഷിനോട്ടം കൈനോട്ടത്തിന് പോയിട്ടുള്ള മക്കള് അനുതാപത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. തുറന്നൊരു കുമ്പസാരം നടത്താൻ തീരുമാനത്ത് സ്തുതിക്കുന്നു. ശിരിരി പുതിയ തീരുമാനങ്ങളെടുത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിനെ ഏക രക്ഷകനും നാഥനുമായി കണ്ടുകൊണ്ട് സ്തുതിക്കുന്നു. ശിരിരി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിക്കട്ടെ. യേശു ഏക രക്ഷകനെന്ന വിശ്വാസം വർദ്ധിക്കട്ടെ. സത്യദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഷിയാ ദിയാ 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 ദിയാ. കരങ്ങളടിച്ച് ശക്തിയോടെ കരങ്ങളടിച്ച് കരം വീശിയടിച്ച് സന്തോഷത്തോടെ യേശുവിലേക്ക് നോക്കുക. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തിടും ദാസന്മാർ ആത്മാവി ജ്വലിച്ചിടട്ടെ. ആത്മാവി ജ്വലിച്ചിടട്ടെ. അഗ്നിയാൽ അഭിഷേകം ചെയ്തിടും ദാസന്മാർ ആത്മാവി ജ്വലിച്ചിടട്ടെ. ആത്മാവി ജ്വലിച്ചിടട്ടെ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ശക്തമായി കണ്ണുകൾ അടച്ചു സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ വേഗത്തിൽ പറയുക. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ആമലോൽമ മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിലെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപരനെ സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരമായ തിരത്തെത്താൻ കഴിയണമേ. സകല ശുദ്ര മന്ത്രവാദം, ആഭിചാര ഗൂഢോത്ര ദുഷിദോഷം, പൈശാചിക പീഡന ബാധകള്, കൈവിഷങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ കാലത്തിന് ദൂരെ ഏറ്റണമേ. പാപകരമായ സകല അസൂയ ചതിയും വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വസദന ദൈവത്തിന്റെ സത്യ രക്ഷകനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമന്റെ സത്യയും മധ്യസ്ഥാനം നികാർ അപ്പ ഗബ്രിയ മലമാരുടെ ശക്തമായ സാന്ത സംരക്ഷിച്ചാണ് ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിച്ചുള്ള സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലോ വായിലോ വസ്തുവിലോ ഭക്ഷണങ്ങൾ തോന്നുന്ന മാനസികമോ ശാരീരിക ആത്മീയമായുള്ള മാനസികമോ പ്രാപഞ്ചമോ പൈശാചികമായുള്ള സകല ബന്ധനവും മത്തായി 4:10 ലൂക്കാ 4:8 മർക്കോസ് 16:5 1 3 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവത്തിന്റെ മന്ത്രി വചന സത്യ സകലവിധ പ്രകൃതിക്ഷമ
കുടുംബങ്ങൾ ഇടിമിന് ഇടിവെട്ട് നാശങ്ങൾ വെറുപ്പ് ഉദ്ദേശം വാശി വൈരാൻ തർക്കം കലങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജടിക ദിവ്യാസ് കോപാസ് ഭക്ഷണാസക്തി സ്വയംപോക്കം സ്വർഗ്ഗപോക്കം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാരം ദുർബോധ അഹങ്കാരം അസൂയ അലസം മോഹം കോപം കുതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പനാസം യാത്രാസം പഠനാസം കോടതിയിൽ സാമ്പത്തിക തൊട്ട് കണ്ണ് പൊക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരനും ബാഹ്യനും ചെറുതുമനും രോഗപ്പെട്ടുള്ള അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക സ്തുതിച്ച് പ്രാർത്ഥിക്കുക വചനം വായിക്കുക ജപമാചരണ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ വന്യജീവികളുടെ ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങൾ അതിന് പിന്നീട് പൈശാചിക അരുവി അന്താ സത്യ സാത്താൻ സത്യ ദൂട്ട ചതികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു നാമത്തിൽ ഞാൻ ശാസിക്കുന്നു യേശു നാമത്തിൽ ബന്ധിക്കുന്നു യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു ഈശോയെ കുറിച്ച് ആട്ടിപ്പായിക്കുന്നു ഇനി മേലൊരിക്കൽ ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ബോധവെന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ വിളിച്ചേൻ ശക്തമായ രീതിയിൽ കരങ്ങൾ ഉയർത്തുന്നു സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹാലുലി അലുലി 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 ഹാലുലി അലുലി 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 ശക്തിയോടെ കരങ്ങളടിച്ച് ശബ്ദത്തിൽ കരങ്ങളടിച്ച് ചേർന്ന് പാടി രോഗങ്ങൾ മാറുന്നു ക്ഷീണങ്ങൾ നീങ്ങുന്നു യേശുവിൻ നാമത്തിനാ യേശുവിൻ നാമത്തിനാ പടി രോഗങ്ങൾ മാറുന്നു ക്ഷീണങ്ങൾ നീങ്ങുന്നു യേശുവിൻ നാമത്തിനാ യേശുവിൻ നാമത്തിനാ ഭൂതങ്ങൾ ഓടുന്നു ശാപങ്ങൾ നീങ്ങുന്നു യേശുവിൻ നാമത്തിനാ യേശുവിൻ നാമത്തിനാ കരങ്ങൾ ഉയർത്തിയടിച്ച് ആത്മാവിൽ ആരാധന അഗ്നിയാൽ അഭിഷേകമേ 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 ഭാഷ സ്തുതിച്ച് പ്രാർത്ഥിക്കുക പരസ്പരം പ്രാർത്ഥിക്കുക ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരൊക്കെ പരസ്പരം പ്രാർത്ഥിക്കട്ടെ ബന്ധനങ്ങൾ അഴിയുന്നവരെ സ്തുതിക്കുന്നു കെട്ടുകൾ പൊട്ടുന്നവരെ സ്തുതിക്കുന്നു അടഞ്ഞ വാലുകൾ തുറക്കപ്പെടുന്നവരെ സ്തുതിക്കുന്നു ദുഃഖം സന്തോഷമായി തീരുന്നവരെ സ്തുതിക്കുന്നു ഒന്നാം പ്രമാണ ലംഘനങ്ങളിലൂടെ കടന്നു പൈശാചിക കരുവി വിട്ടുപോട്ടെ തെറ്റായ ബോധ്യങ്ങൾ മാറിപ്പോട്ടെ ദൈവ ഭയം നിറയട്ടെ ദൈവ ഭയം നിറയട്ടെ വിശ്വാസം ജ്വലിക്കട്ടെ വിശ്വാസം ജ്വലിക്കട്ടെ അപ്പം ഭാഷ അവരെ ലഭിക്കട്ടെ ബന്ധനം അഴിയട്ടെ ഓ സപിക്കല ദിയ ഒരു പോലും നഷ്ടപ്പെട്ടു പോകരുതേ ഈശോയെ തുടരണമേ യേശുവേ വരണമേ Come on, Lord. Maranatha. Papa mamba da bala sala da mamba ba 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 ba. Shidi. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. ഇത് പങ്കെടുക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കട്ടെ. ശരി വചന മാംസം ധരിക്കട്ടെ. വചനാഭിഷേകം വചനം വായിക്കാൻ തടസ്സം മാറി ശവമാചല കുമ്പസാരിക്കാൻ തടസ്സം മാറിപ്പോ ശിരി ഒപ്പാലാതാലാസാബാബ മിക്കാലാതാബാബ ശിരി മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ വെളിപ്പെടുന്നത് തുടങ്ങമേ പരിശുദ്ധ തുടരണമേ കർത്താവ് സാക്ഷിയാക്കി മാറ്റണമേ ഇറങ്ങി വന്ന് തുടരണമേ ശിരി ആലുലി 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 ആലുലിയ ആലുലി ആലുലി ആലുലിയ ആലുലി 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 ആലുലിയ ശിരി സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ശിരി യേശുവിലേക്ക് നോക്കി സ്തുതിക്കുന്നു ഹാലുലിയ 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 സ്വസ്ഥാനം തിരുന്നുകൊണ്ട് സ്തുതിക്കുന്നു ശിരി സ്തുതിച്ച് ശീലിക്കുക സ്തുതിച്ച് പരിശുദ്ധാത്മാവ് നിറയുക ഹാലുലിയ 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 മറഞ്ഞിരിക്കുന്ന പാപങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരട്ടെ. പഴയ നാളുകളിൽ പണ്ട് കാലങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒന്നാം പ്രമാണ ലംഘനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറുതോ വലുതൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എല്ലാ തെറ്റുകളെ പറ്റി അനുഭവിക്കുക. വർഷങ്ങളായിട്ടുള്ള ബ്ലീഡിങ് അങ്ങനെ പറയാം, വർഷങ്ങളായിട്ടുള്ള ബ്ലീഡിങ് കർത്താവിത സൗഖ്യം കൊടുക്കുന്നുണ്ട്. ആ വ്യക്തി ആ സൗഖ്യം ഒന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുക. പല്ല് സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. പല്ല് സംബന്ധമായ രോഗപീഠങ്ങളുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. എന്നും ഈ ഡെൻ്റൽ ഡോക്ടറിനെ കാണുന്ന അവസ്ഥ, എന്നും പല്ലുവേദന, മോണപ്പഴുപ്പ്, ഈ രീതിയിൽ പല്ലിന് കേടുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. പക്ഷേ സൗഖ്യം തരുന്നുണ്ട്. വായ്പുണ്ണുള്ളവർ പ്രാർത്ഥിക്കുക. വായ്പുണ്ണ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ. ഇതന്നെ കർത്താവ് തൊട്ടു എന്ന് വിശ്വസിച്ചേ. സാക്ഷ്യം വരുത്താനായിട്ട് ഒരുങ്ങുക. അമിതമായ വിയർപ്പ്, എപ്പോഴും വിയർപ്പാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും തണുപ്പിലും ഇങ്ങനെ വിയർത്ത് ഒലിക്കുന്ന അവസ്ഥ, അതിഭയങ്കരമായ വിയർപ്പാണ്.
പൂർണ്ണ സൗഖ്യ കർത്താവ് കൊടുത്തിരിക്കുക. സൗഖ്യം തിരിച്ചറിയുക, സാക്ഷ്യപ്പെടുത്തുക, സാക്ഷിയായി തീരുക. സ്പൈനൽ കോഡിന് പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഗർഭപാത്രത്തിന് മുഴയുള്ള നിശയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഒരു മകൻ്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുക. വിവാഹ തടസ്സമുള്ള മക്കളൊക്കെ തുറന്നൊരു കുമ്പസാരം നടത്താൻ ഈശോ പറയുന്നു. ശക്തമായ അലർജി മൂലമുള്ള തുമ്മല കർത്താവ് സൗഖ്യം നൽകി 2 പേരെ അനുഗ്രഹിക്കുന്നു. സ്ഥലം വാങ്ങാനുള്ള കൃപ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. നട്ടലിന് വളവുള്ള ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നു. ഒരു കുട്ടിയുടെ ഭയം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. സ്വകാര്യ ഭാഗത്ത് ചൊറിച്ചിൽ, തടിപ്പ്, വേദന കർത്താവ് ഒരു മകന് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശ്വാസമുട്ട് കർത്താവ് രോഗികൾ പ്രാർത്ഥിച്ചോ ശ്വാസമുട്ട് സൗഖ്യം തരുന്നുണ്ട്. ചാമ്പയ്ക്കുക, ലൂപിക്കുക, ജാതിക്കുക, വൈൻ ഉണ്ടാക്കുന്ന മക്കളെ കാണിക്കുക. അങ്ങനെ വൈൻ ഉണ്ടാക്കുന്നതും കെട്ടിവെക്കുന്നതൊക്കെ ഉപേക്ഷിക്കാൻ ഈശോ മുന്നറിയിപ്പ് തരികയാണ്. കുമ്പസാരിക്കാൻ ഈശോ പറയുന്നു. ജാക്സന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. എല്ല് തേയ്മാനം മൂലമുള്ള ശക്തമായ വേദന സൗഖ്യം തരുന്നുണ്ട്. എന്തോ ഒരു പ്രത്യേക രോഗാവസ്ഥ കാണണം. ശരീരത്തിൽ വെള്ളം നിറയുന്ന അവസ്ഥ, ചിലപ്പോൾ നീർക്കെട്ട് പോലെ വരുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശക്തമായ നെഞ്ചിരിച്ചിൽ, ഗുളിക കഴിച്ചാൽ പോലും കുറയാത്ത രീതിയിൽ നെഞ്ചിരിച്ചിൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു കുഞ്ഞിനെ ലഭിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകൾക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നു. വർഷങ്ങളായി യൂറിൻ ഇൻഫെക്ഷൻ മൂലം വിഷമിക്കുന്ന ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശക്തമായി ഉപ്പിറ്റി വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കാണാതായ പാദസരം കർത്താവ് ഒരാൾക്ക് തിരികെ നൽകി അനുഗ്രഹിക്കുന്നു. ധാരാളം വായുഗുളിക കഴിക്കുന്ന അൽഫോൺസ് എന്ന മകളെ കർത്താവ് സുഖപ്പെടുന്നു. ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്നത് മൂലം വളരെ പ്രയാസപ്പെടുന്ന ഒരു മകളെ കർത്താവ് സുഖപ്പെടുന്നു. അതിശക്തമായ വയറുവേദനയുള്ള പല ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് മാറാത്ത അവസ്ഥയുള്ള ഒരു മകളോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം തരുന്നു. ഒരു വ്യക്തിയുടെ സ്ഥലവിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. മേപ്പാടി എന്ന സ്ഥലപ്പേരും തരുന്നു. ദശാംശം കൊടുത്ത ആ വ്യക്തിയുടെ ദൈവശുശ്രൂഷ സഹായിക്കാൻ ഈശോ പറയുന്നു. രാത്രിയിലെ കിടക്കയിൽ അറിയാതെ മൂത്രമൊഴിക്കുന്ന ശീലമുള്ള 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിക്ക് കർത്താവ് അതിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. ബാങ്കിൽ വർക്ക് ചെയ്യുന്ന റിൻസി എന്ന മകളോട് ദശാംശം നൽകി ദൈവശുശ്രൂഷയെ സഹായിക്കാൻ റിൻസിക്ക് കർത്താവ് സന്ദേശം തരുന്നു. ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന മൂലം ചെവിയിൽ പഞ്ഞി വെച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. നാവിനടിയിൽ കുരുക്കളുള്ള ഒരാളെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കും. സൂസൻ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു പുതിയ ജോലിക്കായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മകൾക്ക് ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. വീണ് നട്ടലിന് പരിക്ക് പറ്റി കിടക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പൗളി എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അന്നനാളത്തിൽ തരിതരി പോലെ കുരുക്കളുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഓർത്തോ സ്പെഷ്യലിസ്റ്റിനെ കാണാനിരിക്കുന്ന ഒരാളുടെ കാൽമുട്ടിൻ്റെ വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജോബിൻ എന്ന മകൻ്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അരിമ്പാറിയുള്ള അധ്യാപികയായ മകളോട് വെഞ്ചരിച്ച ഒലിവ് ഓയിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ആൽവിൻ എന്ന മകന് പഠനത്തിൽ ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. റിച്ചി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എപ്പോഴും BP താഴ്ന്നു പോകുന്ന ഒരു സഹോദരനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. കാലിൽ മന്ത് പോലെ നീരുള്ള ഒരാളെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥയുള്ള അല്പം മുതിർന്ന ഒരു കുട്ടിയാണ്. ആ വ്യക്തിക്ക് കർത്താവ് അതിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. സോപ്പിൻ്റെ അലർജി കാരണം കയ്യിലെ തൊലി പോകുന്ന ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജോർജ് എന്ന മകൻ്റെ ഹാർട്ട് സംബന്ധമായ രോഗാവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സിവിൽ സർവീസിന് പഠിക്കുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. മുത്ത് എന്ന് വിളിപ്പേരുള്ള ഒരു കുട്ടിയുടെ അതിശക്തമായ പനി കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. എന്നും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അതിശക്തമായ തലവേദന വരുന്ന മകൾക്ക് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. ആ മകളോട് ബന്ധന പ്രാർത്ഥന എല്ലാ ദിവസവും ചെല്ലാൻ കർത്താവ് സന്ദേശം തരുന്നു. ആശ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വീടിൻ്റെ തറപ്പണി കഴിഞ്ഞ് പിന്നീട് തടസ്സം നേരിടുന്ന വ്യക്തിയോട് പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. എന്ത് ഭക്ഷണം കഴിച്ചാലും ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസിയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയുടെ ഇൻഷുറൻസ് തുക ലഭിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം നൽകുന്നു. രാത്രി സമയങ്ങളിൽ നായ്ക്കളുടെ അതിഭയങ്കരമായ ശല്യമുള്ള ഒരു കുടുംബത്തിന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. അധ്യാപികയായി ലൂസിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ലിവറിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. വലിയ ആകുലതയോടെ അസ്വസ്ഥതയോടെ ഇരിക്കുന്ന മക്കൾക്ക് അസ്വസ്ഥപ്പെടേണ്ടെന്ന് കർത്താവ് സന്ദേശം തരുന്നു. പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം കർത്താവ് തരുന്നതിനോട് നന്ദി പറഞ്ഞ് ശക്തമായി സ്തുതിച്ചേൻ. ഹാലലിയ 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 ഹാലലിയ. ഇവിടെ പറഞ്ഞത് പറയാത്തതുമായ ഒത്തിരിയേറെ ആത്മീയ ഭൗതികമായ അനുഗ്രഹം കർത്താവ് വർഷിക്കുന്നുണ്ട്. ഷിരിരിരി സ്തുതിക്കുന്നു. ഷിയ റിയ 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 ഹാലുലിയ ആലുലിയ 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 ഹാലുലിയ ആലുലിയ ആലുലിയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ദീപ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ വാടകയ്ക്ക് ആദ്യം താമസിച്ചിരുന്നു. അപ്പോൾ അവർ സ്ഥലം വിൽക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വേറൊരു വീട്ടിലോട്ട് പോയി. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കലക്കവെള്ളമായിരുന്നു. ശരിക്കും മണ്ണ് കുഴച്ചിട്ടുള്ള ആ വെള്ളമായിരുന്നു. ബാക്കി ഒരു വീടുകളിലും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു വീടുകളിലും കിണറിനും അവിടെ ഭാഗത്തൊന്നും ഒരു വെള്ളത്തിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കലക്കവെള്ളം നല്ല വെള്ളമായിരുന്നു എല്ലായിടത്തും. ഈ കിണറിന് മാത്രമായിരുന്നു പ്രോബ്ലം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അത് കുടിക്കാനോ ഭക്ഷണം പാചകം ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. വെള്ളം പുറത്തുനിന്ന് മേടിക്കുകയും അതുപോലെ ഭക്ഷണം പുറത്തുനിന്ന് മേടിക്കുകയും അങ്ങനത്തെ 3 ദിവസത്തോളം ഞങ്ങളങ്ങനെ ചെയ്തു.
അത് കഴിഞ്ഞിട്ട് ഫിൽറ്റർ നമ്മൾ പിടിപ്പിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവർ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ശരിയായില്ല. ഡബിൾ ഫിൽറ്ററും പിടിപ്പിച്ചിട്ടും വെള്ളത്തിന് യാതൊരു മാറ്റവും വന്നില്ല. ഈ കലക്കവെള്ളം തന്നെയായിട്ടിരിക്കുമായിരുന്നു, കഞ്ഞിവെള്ളം പോലെ ഇങ്ങനെ ഒരു തെളിഞ്ഞ വെള്ളമല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൽ റുഹയിലെ ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി കിണറിലിട്ട് കഴിഞ്ഞ് അന്ന് തന്നെയാണ് ഞങ്ങൾ, അതായത് മെയ് 21-ാം തീയതി അച്ഛൻ ഞങ്ങളെ ലൈവിൽ അത്ഭുത ജപമാല കാണുന്നുണ്ടായിരുന്നു. അച്ഛൻ അന്നേരം വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ വെള്ളത്തിന് പ്രോബ്ലം അല്ല, ഒരു കിണറ്റിൽ ഈശോ വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അത്ഭുത ജപമാല കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ടാപ്പ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പം ഒരുപാട് മാറ്റം വെള്ളത്തിന്. പിറ്റേ ദിവസം ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും തെളിഞ്ഞ വെള്ളം അതിൽ വന്നു. അതൊരു ഭയങ്കര അത്ഭുതം. കാരണം നമ്മൾ സാധാരണ ഫിൽറ്റർ പിടിപ്പിച്ചാൽ ശരിയാവേണ്ടതാണ്. ഒരുപാട് ഫിൽറ്ററുകാർ തന്നെ പറഞ്ഞു, ഇനി ഇത് വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടും ഈ കിണറിന് മാത്രമേ പ്രോബ്ലം ഉള്ളൂ, ഒരു കാരണവശാലും ഇതിന് ശരിയാക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറയുന്നതാണ്. പക്ഷേ നമ്മുടെ അത്ഭുത ജപമാല ചൊല്ലി ഈ അച്ഛനും വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ശുദ്ധീകരിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നോക്കിയപ്പം വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. അത്ര തെളിഞ്ഞ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫിൽറ്റർ യൂസ് ചെയ്യുന്നുമില്ല. ഈ കല്ലുപ്പെട്ട ശേഷം നമ്മൾ കിണറ്റിലെ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ബാത്റൂമിലും എല്ലായിടത്തും നല്ല തെളിഞ്ഞ വെള്ളം വരുന്നത്, നല്ല ഉറവ് വെള്ളം വരുന്ന പോലെ തന്നെയാണ് വരുന്നത്. മറ്റേ കിണറിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം മേളിൽ ഇങ്ങനെ അഴുക്കായിട്ട് കിടക്കുന്നത് അറിയാമായിരുന്നു. അതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ മമ്മി ഡിസംബറിൽ വീണിട്ട് 2 കാലും മന്ത് പോലെ നീരായിരുന്നു. അപ്പോൾ മമ്മിക്ക് കാലിങ്ങനെ ചട്ടി നടക്കാൻ റെസ്റ്റായിരുന്നു. മമ്മിക്ക് കാലിങ്ങനെ മേളിൽ കയറ്റി വെച്ചിരിക്കാനല്ല, നേരത്തെ ഒന്നും പറ്റത്തില്ലായിരുന്നു. ചട്ടി നടക്കും പിടിച്ച് അതുപോലത്തെ നീരായിരുന്നു. ആദ്യമേ എൽ റുഹയിലെ ഉപ്പ് ഇട്ട് വെള്ളം തിളപ്പിച്ച ഉപ്പ് അതിൽ കാല് മുക്കി വയ്ക്കും. അതുപോലെ വെഞ്ചിരിച്ച ഒലിവ് ഓയിൽ, അത് കഴിഞ്ഞിട്ട് ഞാൻ കാലിൽ കുരിശ് വരച്ചു കൊടുക്കും. രാത്രി കിടക്കാൻ നേരത്തും വരച്ചു കൊടുക്കും. ഇങ്ങനെ ചെയ്യും. ഇപ്പം മമ്മിക്ക് ഒരു കുഴപ്പമില്ല. മമ്മി ഇപ്പോൾ 2 ആഴ്ചയായിട്ട് മമ്മിയാണ് ഫുൾ ജോലിയും ചെയ്യുന്നത്. ഒരു പ്രശ്നവും 2 കാലിലും ഒരു പ്രശ്നമില്ല. നീര് ഫുൾ വറ്റുകയും ചെയ്തു. ഒരു കുഴപ്പമില്ല. ഇത്രയും അത്ഭുതം ഞങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിച്ച ഈശോയ്ക്കും മാതാവിനും അന്തോനിസുവിനും ഒരുപാട് നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊരു പറഞ്ഞാൽ വിശ്വസിക്കാത്ത വലിയൊരു അത്ഭുതമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ എൽ റുഹ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് വെഞ്ചരിച്ച കല്ലുപ്പ് വാങ്ങിക്കൊണ്ടുപോയി പ്രത്യേകമായിട്ട് എത്രയോ നാളുകളായി കലക്കൽ വെള്ളമാണ്. ആ ശുദ്ധീകരിക്കപ്പെടാത്ത വെള്ളത്തിൽ ഇവർ ഈ കല്ലുപ്പിട്ട് അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അന്നേ ദിവസം, ഈ കല്ലുപ്പിട്ട ദിവസം വിളിച്ചു പറയാണ്, ഒരു വ്യക്തിയുടെ വീട്ടിലെ കലക്കൽ വെള്ളം, കിണറ്റിലെ കലക്കൽ വെള്ളം കർത്താവ് ഇതാ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന്. അത്ഭുതകരമായൊരു വിടുതലാണ് ആ വെള്ളത്തിൽ കർത്താവ് കൊടുത്തിരിക്കുക. ആ സഹോദരി എത്ര മനോഹരമായിട്ട് അത് സാക്ഷ്യപ്പെടുത്തണേന്നറിയോ. നമുക്ക് ആ സഹോദരി വായന തന്നെ വരുന്നുണ്ട്, പറഞ്ഞാൽ വിശ്വസിക്കില്ല. നമുക്ക് പോലും അത് വിശ്വാസമാവുന്നില്ല. അതെങ്ങനെ സംഭവിക്കുന്നു? ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭൂതോച്ചാരണ വസ്തുക്കളിലൂടെ സംഭവിക്കുക. ഇതൊക്കെ നമുക്കും ഒരു മാതൃകയാണ്. ഈ ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിക്കുക, അത്ഭുത ജപമാല ചൊല്ലി അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി സ്തുതിച്ച് പ്രാർത്ഥിക്കുക, കുമ്പസാരിച്ച് പ്രാർത്ഥിക്കുക, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, ഈ ശുശ്രൂഷയെപ്പറ്റി അനേകരോട് പറയുക. അങ്ങനെ പ്രേക്ഷിതരും ശുശ്രൂഷകരായി തീരുക. നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുക ഇതുപോലൊരു പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു അത്ഭുതം. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. ശക്തമായി സ്തുതിച്ച് ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ. കരുണയായിരിക്കേണമേ ഞങ്ങളിൽ, കരുണയായിരിക്കേണമേ ഞങ്ങളിൽ, കരുണയായിരിക്കേണമേ. 1 കരുണയായിരിക്കണമേ.